ഏലാക്കായും കുടുംബവും രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റമായിലെ തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഏലാക്കിന് ഹന്നായ്ക്കും പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവനു സാമുവേൽ എന്ന് പേരിട്ടു. എൻ്റെ സ്നേഹസ്വരൂപനായ യേശുനാഥ, എൻ്റെ സ്നേഹബഹുമാനമുള്ള വിൽസൺ സാമുവൽ പിതാവ്, സെൽവരാജ് പിതാവ്, എല്ലാവരും എൻ്റെ സ്നേഹം ആ പിതാക്കന്മാർക്ക് ഞാൻ നേർന്നു കൊള്ളുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ പേരെടുത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ യൂട്യൂബിലൂടെ പറയാനുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഒത്തിരി നന്ദി പറയണം. എന്ന് വെച്ചാൽ ദൈവ അനുഗ്രഹം അത്രയ്ക്ക് അമ്മയായ എന്നെ കൈപിടിച്ച് നടത്തിയാണ് ഇവിടെ എല്ലാം ത്രേസ്യാപുരവും ഇതെല്ലാം. അങ്ങനെ ഒത്തിരി എനിക്ക് പള്ളിയിൽ കയറുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും പള്ളി അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ആ പള്ളിയിൽ കിട്ടുന്നത്. എനിക്കിപ്പോൾ എല്ലാവരും ആരുമില്ല, അമ്മ എല്ലാ സഹോദരങ്ങളില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി വെറുത്ത ഒരു സമയം കൂടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പള്ളിക്ക് വേണ്ടി എൻ്റെ ജീവിതവും ജീവനും എല്ലാം സമർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് ആരുമേ ഇല്ല, മക്കളെ ആർക്കും ആരുമില്ല, എല്ലാവർക്കും ദൈവമേ ഉള്ളൂ. ദൈവത്തെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനമുണ്ട്, ഇപ്പം ഒത്തിരി സന്തോഷമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. അമ്മ ഈ ഇരുട്ടടഞ്ഞ മുറിയിൽ നിന്ന് അമ്മയ്ക്ക് ലോകം മൊത്തം അമ്മയ്ക്ക് വരാൻ സുവിശേഷവുമായി ഈ വചനവുമായി അമ്മയ്ക്ക് കൈകോർത്ത് വരാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത്രയ്ക്ക് സ്നേഹിക്കുന്നത് നമുക്ക് ആരുമില്ലെങ്കിൽ നമ്മളെ ദൈവത്തിന് നമ്മളെ വേണം മക്കളെ. ദൈവം നമ്മളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിനക്ക് ഇന്ന കുറവെന്ന് ദൈവം പറയൂല. ദൈവം നമ്മളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഓരോ മക്കളെയും ദൈവം സ്നേഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവമായ വചനം നമുക്ക് മുറുകെ പിടിക്കാം മക്കളെ. എല്ലാവർക്കും ദൈവമേ ഉള്ളൂ, ആർക്കും ആരുമില്ല. 2-3 ദിവസമൊക്കെ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാവും. നമുക്കൊരു വേദനയും നമുക്കൊരു സാമ്പത്തിക പ്രശ്നവും വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. നമ്മളെ തന്നെ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് സങ്കടം വരില്ല. നമുക്ക് ദൈവമുണ്ട് കൂട്ടിന്, താങ്ങായും തണലായും എല്ലാത്തിനും ദൈവമേ ഉള്ളൂ മക്കൾ, അല്ലാതെ ആരുമില്ല. മക്കളില്ലാതിരിക്കണം. നിങ്ങളെല്ലാം സങ്കടപ്പെടണ്ട. നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രൈവറ്റിൽ പോയി ചികിത്സിക്കാൻ പറ്റുന്നവർ പ്രൈവറ്റിൽ പോയി ചികിത്സിക്കുക. അല്ലെങ്കിൽ SITയിൽ നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. അവർ ഈ വർഷക്കണക്കിന് മക്കളില്ല എന്ന് പറയുമ്പോൾ അവർ നല്ല ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണം. അമ്മയ്ക്ക് 9 വർഷം മക്കളില്ലായിരുന്നപ്പോൾ അമ്മ ഓടിപ്പോയത് ആ മെഡിക്കൽ SITയിലായിരുന്നു. SITയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടി. അമ്മ കൂടുതലൊന്നും ഡോക്ടർമാരുടെ വീട്ടിലൊന്നും പോയതല്ല, അവർ നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് അവിടെ തന്ന് എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ അതുപോലെ പൈസ ഇല്ലാത്ത പാവങ്ങൾക്ക് അവിടെ ഓടിപ്പോവാം. ഈ പോണ ചിലവേ ഉള്ളൂ. പിന്നെ സ്കാനിങ്ങോ ചിലപ്പോൾ അന്നൊക്കെ അവിടെ ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അല്ലാതെ അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നിങ്ങൾ ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ പോയാൽ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും മക്കളെ. നിങ്ങൾ പോയി എല്ലാവർക്കും മക്കൾ കിട്ടണം. നമുക്കിവിടെ തന്നെ പിള്ളേർ കിട്ടും. ആർക്കെങ്കിലും ഇവിടെ അടുത്ത് എന്നെ വേണമെന്നുള്ളവർ വേണമെങ്കിൽ എന്നെ ഒരു ദിവസമൊക്കെ എനിക്ക് വരാൻ പറ്റും. ആർക്കെങ്കിലും കൂടെ അങ്ങനെ പിള്ളേരില്ലാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ദിവസം വാ എന്ന് വിളിച്ചാൽ ഞാൻ പോകും. എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ആരെങ്കിലും എന്നെ വിളിച്ചാൽ പോകും. പക്ഷേ ദൂരെ എനിക്കറിയാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് മക്കളില്ലായിരിക്കണം. എല്ലാ മക്കളും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും പോകണോ? വേണ്ട. ആദ്യം നമുക്ക് അമ്മയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് ആരുമില്ലായിരുന്നു. അമ്മയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അമ്മയ്ക്കാണ് പ്രശ്നം കൂടുതലായിരുന്നത്. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. ഇവിടെ നിന്ന് വണ്ടി യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് പോയാണ് ഡോക്ടറെ കണ്ടു. പിന്നെ ഭർത്താവ് വന്നതിന് ശേഷമാണ് ഭർത്താവും കൂടി പോയി അവിടെ നമ്മൾ രണ്ടുപേരായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താണ് കൊച്ചിനെ കിട്ടിയത്. അപ്പോൾ ഭാര്യ ഭർത്താവുമായിട്ട് രണ്ടുപേരും പോകാൻ പറയുമ്പോൾ എന്തിനാണ്? രണ്ടുപേരായിട്ട് പോകണം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയാലും മതി മക്കളെ. ആണുങ്ങൾ ചിലപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ അവർക്ക് ജോലിക്ക് പോയാലേ നമുക്ക് കുടുംബം ജീവിക്കാൻ പറ്റും. മക്കൾ കിട്ടും. ആരും ഇപ്പം മക്കളില്ലാതെ ഇരിക്കില്ല മക്കളെ. എല്ലാവർക്കും മക്കൾ കിട്ടും. ഗർഭപാത്രം ഉണ്ട്, അമ്മയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാനുള്ള അത് എല്ലാ അനുഗ്രഹവും നമ്മൾക്ക് ഒരു ഡോക്ടറിൽ കൂടെ നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. ഡോക്ടറും ദൈവത്തെ പോലെ അവരിൽ കൂടി നമുക്ക് ദൈവത്തെ കാണാം. ദൈവം ഇറങ്ങി വരുമോ? ഇല്ല. ദൈവം ആരിൽ കൂടെ വരും? മനുഷ്യരിൽ കൂടിയാണ് പറഞ്ഞത്. ഇവിടെ ഒരു ദൈവം നമ്മളെ ഗസമൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു ദൈവം. എല്ലാവരും കൂടി അത് ദൈവം എന്ന് പറഞ്ഞിട്ട് പോലും അടിയാണ് കിട്ടിയതെന്ന് വെച്ചാൽ വചനം പറഞ്ഞാൽ ദൈവത്തിന് പോലും അടിയാണ് കിട്ടി. ഒത്തിരി പീഡനങ്ങളാണ് കിട്ടിയത്. അതിൻ്റെ കഥയെല്ലാം ഇനി അമ്മ ഓരോ പ്രാവശ്യവും ഇനി കുരിശ് പീഡനമൊക്കെ വരുമ്പോൾ അപ്പം അമ്മ ഇവിടെ നടന്ന യഥാർത്ഥ കഥ തന്നെ പറയും. അമ്മ ഇവിടെ നടന്ന അത്രയ്ക്ക് സത്യത്തിൻ്റെ കഥകളാണ് അമ്മ പറയണത്. എല്ലാ കഥയും ഇവിടെ നടക്കുന്ന ഓരോ കഥയും ഇതൊന്നും കള്ളമല്ല മക്കളെ, എല്ലാം സത്യം. ഈ പള്ളിയിൽ അത്രയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അമ്മ പറയണതെല്ലാം അമ്മയ്ക്ക് അതുപോലെ നടക്കണുണ്ട്. അമ്മ എല്ലാം കണ്ണിൽ കാണുന്നുണ്ട്. ഇതെല്ലാം
സ്വർഗം തുറന്ന് മാലാഹ വരും, വെട്ടത്തിൻ്റെ പ്രകാശത്തിൻ്റെയൊക്കെ രൂപത്തിൽ വന്നിറങ്ങി. അത്രയ്ക്ക് അത്ഭുതമുള്ള പള്ളിയാണ് മക്കളെ. അമ്മയ്ക്ക് അനുഗ്രഹമുള്ള, അമ്മ കേൾക്കണ എല്ലാം അമ്മയ്ക്ക് കിട്ടണമുണ്ട്. അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതെല്ലാം നടക്കണമുണ്ട്. എൻ്റെ ചെല്ല മക്കളെല്ലാം നല്ല അനുഗ്രഹമുള്ള മക്കളായിരിക്കണം. നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട. മക്കളില്ലായിരിക്കണവരെല്ലാവരും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ചെറിയ ചെറിയ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾ രണ്ടുപേരായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾക്ക് മക്കളെല്ലാം കിട്ടും. നിങ്ങൾ സന്തോഷമായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മക്കളെ ദാനമായി തരണതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. അത് നിങ്ങൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അതും ദൈവത്തിൽ കൂടി നമ്മൾ അവരിൽ കൂടിയും ദൈവമുണ്ട് മക്കളെ. ഓരോ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ അവരും സ്നേഹമായിട്ട് നമ്മളെ ചികിത്സിക്കണം. അവരിൽ കൂടിയും നമുക്ക് ദൈവത്തെ കാണാം മക്കളെ. മനുഷ്യരിൽ കൂടിയാണ് നമ്മളെ ദൈവം പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെല്ലാവരും ബന്ധുക്കോസുകാരാണെങ്കിൽ മരുന്ന് കഴിക്കില്ല മക്കളെ രോഗം വന്നാൽ. അതുകൊണ്ട് ഇത് നമ്മൾ കത്തോലിക്ക സഭക്കാരങ്ങനെ പറയുമോ മരുന്ന് കഴിക്കരുന്നില്ല. ഒരു അച്ഛനാണ് എന്നെ കുമ്പസാരക്കൂട്ടി പറയും, നീ മരുന്നും കഴിച്ച് നീ പള്ളിയിൽ വാ, നിൻ്റെ രോഗമെല്ലാം സുഖമാവും എന്ന് അമ്മയുടെ ധൈര്യമാണ് പറഞ്ഞ്. അമ്മയ്ക്ക് 19 വയസ്സിലെ പിടിച്ച രോഗം അമ്മയ്ക്ക് 47 വയസ്സായപ്പോഴാണ് മാറിയ മക്കളെ. അമ്മ അത്രയ്ക്ക് രോഗത്തിൽ അമ്മ നീന്തുകയായിരുന്നു. ദൈവം ഇത്രയും ദിവസം നീ ഇങ്ങനെ രോഗത്തിൽ നീന്തിയിട്ട് ദൈവത്തെ അറിയാൻ കരുതി എനിക്ക് അനുഭവങ്ങൾ തരായായിരുന്നു. അമ്മ അത്രയ്ക്ക് ഒളിച്ചിരുന്നു. അമ്മയ്ക്ക് ഈ രോഗത്തിൽ നിന്ന് രോഗമെല്ലാം മാറി വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു? ജീവിതം മൊത്തമേ അമ്മ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചു. അതുപോലെ എൻ്റെ ചെല്ല മക്കളെ നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട. നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നിങ്ങളെ കുടുംബജീവിതം നിങ്ങൾ അത് സന്തോഷമായിരിക്കണം. എന്തെങ്കിലും തെറ്റുകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും നമുക്ക് വെളിയിൽ ആരുമില്ല. നമ്മൾ 1-2 ദിവസം ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ സ്നേഹിച്ചാൽ പിന്നെ നമ്മൾ അവരെന്തെങ്കിലും കുത്തുവാക്കിൽ തരുമ്പോൾ നമുക്ക് വേദന തോന്നും. അവരിങ്ങനെ പറയണമല്ലോ, നമ്മളെ നോവിക്കണമല്ലോ. ഈ നാട് മൊത്തം ഇളകി വന്നു മക്കളെ ഈ അമ്മയെ. അപ്പോൾ അമ്മയ്ക്ക് ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ, താങ്ങായിട്ടും തണലായിട്ടും എല്ലാം ദൈവമേ. ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് വരെ പറഞ്ഞു അമ്മയെ വേദനിപ്പിച്ചു. അപ്പം അമ്മയ്ക്ക് ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെ തന്നെ മക്കളെ, ദൈവമേ ഉള്ളൂ മക്കളെ. വചനമായ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം മക്കളെ, ശക്തമായി പിടിക്കണം. എൻ്റെ പിതാവിൽ കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് എന്ത് ചെയ്യണം? കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളെല്ലാം തരണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളടുത്ത് എന്ത് കൊണ്ടുവരും? എൻ്റെ പിതാവ് നിങ്ങളടുത്ത് കൈപിടിച്ച് നിങ്ങൾ എല്ലാ ഇതിലും എൻ്റെ പിതാവ് ആ തേര് തെളിക്കും. പിതാവിന് മാത്രമേ ഇനി അമ്മയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലാർക്കും കഴിയുമോ? ഇല്ല. ആ ദൈവത്തിൽ കൂടെ കഴിയുള്ളൂ മക്കളെ. അതുകൊണ്ട് നിങ്ങളെല്ലാം കരുണയുടെ സഹായം അമ്മയ്ക്ക് തരണം മക്കളെ. എല്ലാ മക്കളും കരുണയുടെ സഹായം തരണം. പിതാവിൽ കൂടി നിങ്ങൾക്ക് പാവങ്ങൾക്ക് കല്യാണം, പാവപ്പെട്ട വ്യക്തികൾ കല്യാണം, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അമ്മയ്ക്കും അത് ഒരു ഉണ്ടാവട്ടെ മക്കളെ. അമ്മ പ്രാർത്ഥിക്കുകയാണ് എല്ലാം നല്ലത് നടക്കുവാനും. ഈ ഗസമന്തോട്ടത്തിൽ ഇന്ന് അമ്മ ഒത്തിരി സന്തോഷത്തോടെയാണ് വന്നത്. എന്ന് വെച്ചാൽ അമ്മ ഓടിപ്പോയപ്പോൾ ഗസമന്തോട്ടത്തിൽ അമ്മമാരെല്ലാം ഓടി വന്ന് എൻ്റെ അടുത്ത്, വയസ്സായ അമ്മമാരൊക്കെ ഓടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ മാലാഹ, നീ എന്ത് വരാത്ത? ഞാൻ പോകാതിരുന്നപ്പോൾ അവർക്കൊക്കെ വിഷമമായി പോയെന്ന്. പള്ളിയിൽ ഗസമന്തോട്ടത്തിൽ അമ്മ പള്ളിയിൽ പോകാതിരുന്നപ്പോൾ 5 ദിവസം ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് എല്ലാം പറഞ്ഞു, പോകണില്ല. ഇവിടെ അമ്മയാണെങ്കിൽ യേശുവിന് ജന്മം നൽകിയപ്പോൾ അമ്മയ്ക്ക് എന്ത് നാണക്കേടും പ്രശ്നവും നാട് മൊത്തം ഇളകി വന്നു. പേരുകൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അമ്മ എവിടെ പോയി? ബത്ലഹേമിൽ പള്ളിയിലാണ് പോയി. ബത്ലഹേം നമ്മൾ ഉണ്ടങ്കോട് പള്ളി, ബത്ലഹേമിലാണ് ഞാൻ പോയി. അപ്പോൾ ഗസമന്തോട്ടത്തിൽ, അപ്പോൾ ഗസമന്തോട്ടത്തിലുള്ളവർക്കൊക്കെ വിഷമം വന്നിരിക്കുന്നു. വയസ്സായ അമ്മമാർക്കൊക്കെ ഇവിടെ കണ്ടില്ല. നീ വന്നപ്പം തന്നെ നമുക്കൊരു സന്തോഷം. മാലാഹയാണ് നീ ഇവിടെ. അമ്മ ക്രിസ്മസിന് മാലാഹയായിട്ട് കേക്കിന് കാവൽ നിന്നു. അപ്പോൾ അമ്മമാർ പറയാൻ, നീ ഒരു മാലാഹയാണ്, നീ വന്നപ്പോൾ തന്നെ നമുക്ക് സന്തോഷം. എല്ലാവരും ഓടി വന്ന് കൂടി എൻ്റെ അടുത്ത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ ആ അമ്മമാർക്കെങ്കിലും ഒരു മനസ്സിൽ സ്നേഹം തോന്നിയല്ലോ എന്ന് ഉള്ള ഒരു സന്തോഷം എനിക്ക് തോന്നി മക്കളെ. ഒത്തിരി സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടെ ഉണ്ട് മക്കളെ. ദൈവമുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി അനുഭവങ്ങളാണ് ഈ ത്രേസ്യാപുരത്ത് ദൈവത്തിൻ്റെ അനുഭവമായിട്ട് അമ്മയ്ക്കുണ്ട്. അതിൽ ഒരുപാട് സാക്ഷികളുണ്ട് മക്കളെ. ഇതെല്ലാം അമ്മ പറയുന്നതിൽ സാക്ഷികൾ ഒരുപാടുണ്ട്. ഈ പള്ളിയിൽ തന്നെ ആളുകളെല്ലാം സാക്ഷികളാണ്. ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ. എൻ്റെ ചെല്ലങ്ങൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? നിങ്ങളെല്ലാം ആഹാരമൊക്കെ കഴിച്ച് നല്ല നല്ല സന്തോഷമായിരിക്കണം. നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറും. ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, നമുക്ക് കുടുംബ സമാധാനം, ഇതെല്ലാം ഓരോ പിശാചിൻ്റെ ഉപദ്രവങ്ങളെ പോലെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം, എന്തെങ്കിലും വേദനകളും വിഷമങ്ങളും എല്ലാം ദൈവത്തിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വചനത്തിന് മുറിവ് പിടിക്കും മക്കളെ. തെറ്റായുള്ള രീതികളിൽ പോവാതെ മക്കളെ. പൈസ ഉള്ളവർ തെറ്റായ രീതിയിൽ പോയാൽ പിന്നെ അവർ ഉറിഞ്ചി എല്ലാ ഇതും നമ്മളെ നശിപ്പിക്കും. അങ്ങനെ ഉള്ളവർ ആ ഒരു ഇതിൽ പോവാതെ ഭാര്യയെ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ വേറെ ഉള്ളവർ അത് ചിലപ്പം ചതിയിലോട്ട് നമ്മളെ കൊണ്ട് പോകും. അതുകൊണ്ട് ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കും, മക്കളെ സ്നേഹിക്കും. എങ്കിലേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അവസാനം വരെ നമുക്ക് നിലനിൽക്കുന്നത് ഭാര്യയേ ഉള്ളൂ
മക്കളേ ഉള്ളൂ. അല്ലാതെ ആരെയും നമ്മൾ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ലാസ്റ്റ് നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അമ്മ തന്നെ ഇതപ്പം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ തന്നെ ഒറ്റപ്പെടുത്തി, ബന്ധുക്കളെല്ലാം ഒറ്റപ്പെടുത്തി ആ ഒരവസ്ഥയാണ്. എന്നിട്ടും അമ്മയ്ക്ക് വിഷമമില്ല, ദൈവമുണ്ട്. അമ്മയെ കൈപിടിച്ച് നടത്താനും ദൈവം അമ്മയെ താങ്ങാനും എല്ലാം ആരുണ്ട്? അമ്മയ്ക്ക് ദൈവമുണ്ട്. ശക്തനായവൻ കൂടെ തേര് തെളിക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടോ മക്കളെ? ഇല്ല. എൻ്റെ ചില മക്കളുകളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളടുത്തൊക്കെ എനിക്ക് വരണം, നിങ്ങളെല്ലാം കാണണം. നിങ്ങൾക്കെല്ലാം അനുഗ്രഹം എന്താണ്, എല്ലാ രോഗികൾക്ക് രോഗസൗഖ്യം തരണം. അതിന് എല്ലാം പിതാവ് വഴി എൻ്റെ ചില മക്കളുടെ അടുത്തെല്ലാം ഞാൻ വരും. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. കരുണയുടെ സഹായം അമ്മയെ സഹായിക്കണേ മക്കളെ. അമ്മ വയ്ക്കട്ടെ മക്കളെ.